നമ്മൾ സ്ലിപ്പർ ചാപ്പലിൻ്റെ വീഡിയോ നേരത്തെ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ ഈ സൈഡ് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. ഇതാണ് കേട്ടോ സ്ലിപ്പർ ചാപ്പലിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇതായിരുന്നു ഡോർ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ക്ലോസ്ഡ് ആണ്, സൈഡിൽ കൂടെ വരുന്നത്. ഇവിടെയാണ് തിരിച്ചേച്ചിപ്പം ഒക്കെ സൂക്ഷിച്ചേക്കുന്നത്. 1400 ചാപ്പൽ എന്ന് പറഞ്ഞത് ഈ ചാപ്പലാണ്. അപ്പോൾ ഞങ്ങളവിടെ കയറി 1-2 ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വി ആർ ഗോയിങ് ടു ഹോം. കാറ് പാർക്ക് ചെയ്തേക്കുന്നത് അവിടെ അയ്യത്താണ് കേട്ടോ. ഞാൻ അവിടെ അയ്യത്ത്, നമ്മൾ അയ്യത്തല്ലേ വിട്ടേക്കുന്നത്. പക്ഷെ അവരുടെ പാർക്കിംഗ് എന്നാണ് അവർ പറയുന്നത്. ഇതേണ്ട, ഇതാണ് ചാപ്പല്. ഇവിടെ നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത്. ഇതുവഴി ചള്ളയാ. അതുകൊണ്ട് നമുക്ക് ഇതുവഴി കയറി അതുവഴി കറങ്ങി നമ്മുടെ വണ്ടിയെ വന്ന് കയറാം. ഷൂയിലുള്ള തള്ളയൊക്കെ ഇതേ തൂത്ത്. അതേതാണ്ട് എന്തുവാടാ അത്? ഫയർ പോലത്തെ സാധനത്തിൻ്റെ പോലത്തെ ഏതാണ്ടാന്ന് തോന്നുന്നല്ലേ. കളി വളാളാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുവഴി കയറ, ഇതുവഴി കയറേ. യാഗോ കെയർഫുൾ. ഞാൻ നിക്കറായിട്ടേക്കുന്നത്. സൂപ്പറായിരിക്കും. ഉണ്ട്, പാർക്കിംഗ് ഉണ്ട്. താഴത്തെ പാർക്കിംഗ് ഫുള്ളായിട്ട്. സൺഡേ ആണ്, നല്ല തിരക്കുണ്ടല്ലോ നിർമ്മന. അതിനോട് താഴെ ഏതാണ്ട് പരിപാടി നടക്കുന്നുമുണ്ട്. എന്താണെന്ന് പിടുത്തമില്ല. ഗിഫ്റ്റ് ഷോപ്പിൽ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ചെറിയ 1-2 ഐറ്റംസ് വാങ്ങിച്ചു. അപ്പം ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ബാക്കി കാണിക്കാം. അവന അന്യായ വിഷ്വലുള്ള റൂട്ടല്ല അവന. പൊന്ന ചിപ്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൊന്നായിക്ക് സംസാരം വരുന്നില്ല. ഈ സൈഡ് കാണിച്ചേ. ക്യാമറ ചരിഞ്ഞാണിരിക്കുന്നത്. അതെന്താ പറ്റി? എടുത്തപ്പോൾ ചരിഞ്ഞു പോയോ? നോക്കി, ഫണ്ടാസ്റ്റിക് റൂട്ടാണ് കേട്ടോ. ഉണ്ടോ? ഈ സൈഡ് ആയിക്കോട്ടെ, ആ സൈഡ് ആയിക്കോട്ടെ, നേരെ ആയിക്കോട്ടെ. നേരെ നല്ല ഫണ്ടാസ്റ്റിക് റൂട്ട് എന്ന് പറഞ്ഞാൽ ഫണ്ടാസ്റ്റിക് റൂട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഡ്രൈവ് ത്രൂവിൽ കയറി. മാറ്റി ആൻഡ് വെയിറ്റിംഗ് ഫോർ ഫുഡ്. ബാക്കിൽ വണ്ടികൾ ക്യൂ, ഫ്രണ്ടിലൊരു വണ്ടി. ആ പുള്ളിയെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങോട്ട് പോകാം. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്കുള്ള വ്യൂ ഉണ്ടോ? ഞങ്ങൾ അങ്ങോട്ട് പോയ റൂട്ടേ അല്ല കേട്ടോ തിരിച്ചു വരുന്നത്. വേറെ ഏതോ വഴി കൂടെ വരുന്നത്. നോക്കി, ഒരു ടൗൺ ഫുള്ള് നമുക്ക് കാണാം. അതേ ലെഫ്റ്റ് സൈഡ് കാണിച്ചാൽ പറഞ്ഞാൽ ചെറിയായി രണ്ട് കാണിച്ചേ. വീടുകൾ കണ്ടോ? അങ്ങ് അറ്റത്ത് വീടുകളാണ് കാണുന്നത്. കുനുകുനാന്ന് പറഞ്ഞ് കാണുന്നതെല്ലാം വീടുകളാണ്. ഒരു കയറ്റത്തൂന്ന് നമ്മളൊരു കുന്നിന്റെ മണ്ടയ്ക്ക് പോകുന്ന താഴോട്ട് പോവുക. എങ്ങനെയുണ്ട് പൊന്ന വിഷ്വല്? അടിപൊളിയല്ലേ? കൊന്നപ്പൂ പോലെ. അയ്യോ, അത് കാണിച്ചില്ലേ നീ? നീ നോക്കിയതേ ഉള്ളൂ. അല്ല, ക്യാമറ തിരിച്ചു അപ്പൊ കിട്ടി കാണത്തില്ല. അതുപോലത്തെ പൂച്ചെടി. ഇത് ഏതോ ഒരു ടൗൺ ആണ് കേട്ടോ. ഏത് ടൗൺ അറിയത്തില്ല. സൈഡിൽ ബീം കിട്ടാത്ത പോലെ പിടിക്കും. ഫ്രണ്ട് പിടിക്കും. ഇച്ചിരി പഴക്കമുള്ള ടൈപ്പ് ഓഫ് ടൗൺ അല്ല അവിടെ. ഒരു കോഫി വാങ്ങിക്കണം. കോഫി കുടിക്കാൻ തോന്നുന്നു. കോസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ റൈറ്റ് സൈഡിലായി. ഇപ്പൊ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ മതി. എനിക്ക് റൈറ്റിലോട്ട് കയറിയിട്ട് പിന്നെ ലെഫ്റ്റിലോട്ടൊക്കെ കയറാണ് മടിഹേ. അതെന്തോടെ നേരെ കാണുന്നത്? പള്ളിയാണോ? നമ്മുടെ നാട്ടിലെ ഓഡിറ്റോറിയം പോലെ കണ്ടോ? അല്ല, എന്തോ ബിൽഡിങ് റൈറ്റിലോട്ടുണ്ടത്. വളവ് തിരിഞ്ഞ് ഇങ്ങനെ പോകൊണ്ടിരിക്കുക കേട്ടോ. ഏത് ടൗൺ ഒന്നും പിടുത്തം കിട്ടുന്നില്ലല്ലോ. നമ്മൾ മാപ്പ് വെച്ച് പോകുന്നതുകൊണ്ട്, ഞാൻ 2 മുമ്പ് പറഞ്ഞായിരുന്നു, മാപ്പ് വെച്ച് പോകുന്നതുകൊണ്ട് നമുക്കൊരു പിടുത്തം കിട്ടത്തില്ല കേട്ടോ. എങ്ങോട്ടാണ് സബ്വേ സ്കൂട്ടി കിടക്കുന്നത് കണ്ടോ? ആ, സ്കൂട്ടിയും മറ്റേതും ഉണ്ട്, ബൈക്കും ഉണ്ട്. കീപ് ക്ലിയറാ.
ടൗൺ കാണിക്കാം. ഇവിടെ കോഫി ഉണ്ടായിരുന്നു കേട്ടോ. മക്ഡൊണാൾഡ്സ് കാണിച്ച പിന്നെ ടാക്കോ ബെൽ നമ്മളിവിടെ കണ്ടിട്ടില്ല അല്ലേ? ഞാനിത് ഫസ്റ്റ് ടൈം കേട്ടോ കാണുന്നത്. ടാക്കോ ബെൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടാക്കോസ് ആണ് കൂടുതൽ കിട്ടുന്നത്. ഞാൻ ഇതുവരെ കേറിയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇതുവരെ കേറിയിട്ടില്ല. ഇങ്ങനെ കേട്ടിട്ടുണ്ട് ടാക്കോസ്. ആ ലോ ബ്രിഡ്ജാ, വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇത് കാണാനോ കയറാനോ പറ്റിയില്ല. അതാണ് ടാക്കോ ബെൽ. ഡിഫൻഡർ ഉണ്ടോ? പഴയതാ. ലോ ബ്രിഡ്ജ് കാണിച്ചോ? ലോ ബ്രിഡ്ജ് ഇവിടെ പറയുന്നത് ഹൈറ്റ് കുറവുള്ള ബ്രിഡ്ജിനെ ലോ ബ്രിഡ്ജ് എന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. മറ്റേ വലിയ വണ്ടികൾ ചെന്ന് കയറി കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇവർ എഴുതി വെച്ചേക്കുന്നുള്ളതേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കണ്ടെയ്നറൊക്കെ വെച്ചിട്ട് വന്ന് കയറി കൊടുക്കും. ഇത് ഏത് ഗുദാമി കൂടെ നമ്മൾ പോകുന്ന അറിയത്തില്ല. നമുക്ക് 60-50 ആണ് കേട്ടോ മൊത്തം സ്പീഡ് ലിമിറ്റ്. ആണോ? അപ്പൊ അതുവഴിയൊക്കെ ആയിരിക്കും പോകുന്നത്. 60-50 മറ്റേത് 70-75 നമുക്ക് ചവിട്ടി അലക്കി വിടായിരുന്നു. എന്ന് പറഞ്ഞാലും നമുക്കൊരു 5 മണിയാകുമ്പോഴത്തേക്ക് ചെല്ലാം. അതുകൊണ്ട് നമുക്കിന്ന് നേരത്തെ ചെന്നിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ഇച്ചിരി ലൈറ്റ് ആയിട്ട് ചെന്നാലും കുഴപ്പമില്ല. നോക്കി വീടുകൾ കണ്ടോ? ഇതെല്ലാം വീടുകളാണ് കേട്ടോ. ഈ സൈഡിൽ കാണുന്ന റോഡിന്റെ സൈഡിൽ കാണുന്നതൊക്കെ ഇവർക്കൊക്കെ പാർക്കിംഗ് ആണ് പ്രശ്നം. ബാക്കി എല്ലാം കൊണ്ടും ഇങ്ങനത്തെ സൈഡൊക്കെ ആവുമ്പം ഭയങ്കര പാടാ പാർക്ക് ചെയ്യാൻ. ഇതൊക്കെ അവിടെ പാർക്കിംഗ് ഉണ്ട്. ഇത് പാർക്കിംഗ് ഉള്ള അതാ ഞാൻ പറഞ്ഞ പുതിയ പണിയുന്ന ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പണിത് കഴിഞ്ഞ പണ്ടത്തെ ബിൽഡിംഗ്. വലിയ ബിൽഡിംഗാ. എന്തുവാ ബിൽഡിംഗ് ആണോടാ? ബിൽഡിംഗ് മണ്ടയ്ക്ക് ജനലില്ലടാ. ജനലില്ലേ? നോക്ക് അതുണ്ടോ? ആ ഇതുണ്ട് ബിൽഡിംഗ് ജനലില്ല. പക്ഷെ അതിന്റെ ഏറ്റവും മണ്ടയ്ക്ക് ജനലുണ്ട്, അല്ലാതെ ജനലില്ല. എന്ത് സംഭവം? ഈ സൈഡിലും ഇല്ല കേട്ടോ ജനല്. കണ്ടോ? മണ്ടയ്ക്കുണ്ട്, ഏറ്റവും മണ്ടയ്ക്ക്. അവരെങ്ങനെ പുറത്തോട്ട് കാണും? അല്ല അത് അങ്ങനത്തെ ആയിരിക്കത്തില്ല കേട്ടോ. ഈ സൈഡിലും ഇല്ല പൊന്ന. അവിടെ ഇല്ല. റൂം അല്ല, അപ്പം വേറെ എന്താണ്ട് സംഭവം. വല്ല പവർ പ്ലാന്റോ അങ്ങനെ വല്ലതും ആയിരിക്കും. ഇത് ഏതാണ്ട് ടൗൺഷിപ്പ് പോലത്തെ സെറ്റപ്പ് ആണ്. ഹൽദിയും കടകളൊക്കെ കാണുന്നുണ്ട്. ഇഷ്ടംപോലെ കടകളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് പിന്നെ പോകാം. ഇവിടുത്തെ വീടുകളിലൊക്കെ ക്യാരവൻ കിടക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡില് ഞാൻ വിചാരിച്ചു വലിയ ക്യാരവൻ. ഇതുണ്ടോ ക്യാരവൻ കിടക്കുന്നുണ്ട്? കണ്ടാ? ക്യാരവനും ക്യാമറമാനും ഒക്കെ ഉണ്ട്. ഞങ്ങൾ എവിടെയാണെന്നൊന്നും ചോദിക്കരുത്, പക്ഷെ നല്ല കിണ്ണ സ്ഥലമാണെന്ന് മാത്രം അറിയാം. ഫ്രണ്ട് കാണിച്ചാ പറഞ്ഞ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് നോക്കി, അത് ഏതാണ്ട് പ്ലാന്റ് ഏതാണ്ടാ. പക്ഷെ ഏരിയ ഉണ്ടല്ലോ ഭയങ്കര വിസ്തരിച്ച് അങ്ങനെ കിടക്കും. അടിപൊളി ലുക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ ക്യാമറ എടുത്ത് വന്നപ്പോഴത്തേക്ക് കുറെ ബ്യൂട്ടിഫുൾ ഒക്കെ പോയി അല്ലേ പൊന്ന? പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള മിച്ചം വന്ന ബ്യൂട്ടിഫുൾ ആണ് ഈ ബ്യൂട്ടിഫുൾ. ഇപ്പൊ നോക്കിയേ ഫ്രണ്ട് വ്യൂ സൂപ്പർ അല്ലേ? ഇപ്പൊ നിങ്ങക്ക് സൈഡും കൂടെ കിട്ടും കേട്ടോ. ഇങ്ങനെ ഇവിടുന്ന് ഫ്രണ്ട് ആ സൈഡ് കാണിക്കണം. ഇങ്ങനെ സൈഡ് കാണിച്ച നല്ല സ്ഥലം കാണാം. അതുപോലെ ഇങ്ങോട്ട് രസമുണ്ട്. ഞങ്ങൾ ഈ റൂട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് പക്ഷെ ബെർമിംഗ്ഹാം എന്നെന്തോ ആണ് കാണിക്കുന്നത്. ഞങ്ങളെ ബെർമിംഗ്ഹാം കൊണ്ട് ഇറക്കി അവിടുന്ന് പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ 5 മണിയാകുമ്പോഴത്തേക്ക് 4:30 ചെല്ലേണ്ടതാണ്. ഇടയ്ക്ക് നമ്മളൊന്ന് ചവിട്ടിയത് കൊണ്ട് 5 മണിയാകുമ്പോഴത്തേക്ക് എത്തും എന്നാണ് കണക്കൂട്ടുള്ളത്. പിന്നെ 100-150 മൈലുണ്ട്. 109 മൈൽസ്. എനിവേ
ഇനി ഇതുപോലത്തെ അടുത്ത് നല്ല കാഴ്ച വരുമ്പോൾ ഞങ്ങൾ ക്യാമറ വീണ്ടും എടുക്കുന്നതായിരിക്കും. പക്ഷെ ക്ലൈമറ്റ് കുഴപ്പമില്ല അല്ലേ കുഞ്ഞാ? മീൻസ് മഴ ഇടയ്ക്ക് പെയ്തു, അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോ തന്നെ നിന്നു. വെയിലില്ല പക്ഷെ. അപ്പം പ്ലാന്റേഷന്റെ അടുത്ത് വന്നു കേട്ടോ. സോറി, പ്ലാന്റിന്റെ അടുത്ത് കരിമണലായിരുന്നു, കറുത്ത മണലൊക്കെ കിടപ്പുണ്ടോ? ഖനനാന്ന് തോന്നുന്നല്ലേ, കോൾ മൈനിങ് പോലത്തെ ഏതാണ്ട് ആന്ന് തോന്നുന്നു. എന്താന്നൊരു പിടുത്തമില്ല, നമുക്ക് പ്രത്യേകിച്ച് അതിനെ പറ്റി വലിയ ധാരണയില്ല. കുറെ കുമ്പിള് കുത്തിയ പോലെ കുറെ കെട്ടിടങ്ങളുണ്ട്, കുറെ കണ്ടെയ്നറൊക്കെ ഉണ്ട്. കണ്ടോ, കണ്ടെയ്നർ പോലത്തെ സാധനമൊക്കെ ഉണ്ട്. മരമായോണ്ട് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് കാണുന്നില്ല. കണ്ട, ഇപ്പൊ കാണാം. കാണിച്ചേ, ഇവിടുന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാനിരിക്കും. കണ്ടോ, നല്ല ക്ലിയർ അല്ലേ? എന്താന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ. ഞങ്ങൾക്ക് വലിയ പിടുത്തൊന്നും കിട്ടുന്നില്ല. കരിമണൽ പോലെ അതിന്റെ സാധനമൊക്കെ അവിടെ കിടപ്പുണ്ട്. റൂട്ട് നല്ല പക്ക റൂട്ടാണ്. മാനല്ല, കുറുക്കനാണ്. നമ്മൾ കുറെ മാനിനെ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് മാനാണെന്ന് തോന്നുന്നു. ഇത് ലെസ്റ്റർ ഷയർ. എതുവഴിയൊക്കെയാടാ പോനാ നമ്മള് പോകുന്നത്? നമ്മൾ എനിക്ക് UK പോകാത്ത എല്ലാ സ്ഥലങ്ങളിലൂടെ നമ്മൾ ഈ ഒരൊറ്റ ട്രിപ്പ് കവർ ചെയ്യുമെന്ന് തോന്നുന്നു കേട്ടോ. ഒരു പിടുത്തവും ഇല്ല എവിടെയാ പോകുന്നത്. അതെന്നാടാ ഫ്രണ്ടിൽ കാണുന്ന എന്തോ ഗ്രേഡിയന്റ് എഫക്റ്റ് ഉള്ള കെട്ടിടം. അത് വലിയ സംഭവമാണ് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, നല്ല വീതിയുണ്ട്. എയർപോർട്ട് വരാണോ? അതാണോന്ന് അറിയത്തില്ല, ആണെന്ന് തോന്നുന്നു. ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അതായത് കുതിരയെ കൊണ്ടുവന്ന വണ്ടിയാണോ? കുതിര വണ്ടിയല്ല, കുതിരയെ കൊണ്ടുപോകുന്ന വണ്ടി. എന്തോടെ സംഭവം? എന്നാലും എയർപോർട്ടാണ് കേട്ടോ. അപ്പാ എയർപോർട്ട് സെറ്റപ്പ് ഉണ്ടോ? കാണാതിരിക്കും, ഇത്രയും വീതി വരണമെങ്കിൽ. ഈസ്റ്റ് മിഡ്സ് എയർപോർട്ട്. നമ്മൾ ഏത് ലൈനിലാണ് കിട്ടി? നമ്മളെ സെയിം ലൈനില്ല. A50. ഫോർത്ത് എക്സിറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് ആ വീടുകൾ കാണിച്ചാ ഭംഗിയല്ലേ കാണാൻ? അപ്പൊ ഞങ്ങൾ എക്സിറ്റ് ഒക്കെ എടുക്കട്ടെ. അങ്ങോട്ടാ നമുക്ക് പോണ്ടേ? അങ്ങോട്ട്. നമ്മുടെ തിരിച്ചു വരവില് ഭയങ്കര മഴയായി തുടങ്ങി കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ ഇത്ര നേരം വീഡിയോ എടുത്താൽ കണ്ണ് പോലും വീഡിയോ എടുത്താൽ മുൻവശം പോലും കാണാൻ പറ്റാത്ത പോലെ മഴയായിരുന്നു. ഇതിപ്പോ നമ്മള് എവിടെ ആയെന്ന് ചോദിച്ചാൽ എവിടോ ആയി അല്ലേ? M6 പോയിക്കൊണ്ടിരിക്കുക. നമ്മള് മോട്ടോവേ കയറി എന്നിട്ട് M6 നമ്മളിപ്പം ലിവർപൂൾ ലക്ഷ്യമായി പോയിക്കൊണ്ടിരിക്കുക. ലിവർപൂൾ പോയിട്ട് അവിടെ നിന്ന് വീട്ടിലോട്ട് പോകും അല്ലേ കുഞ്ഞാ? നല്ല രസമുണ്ടല്ലോ റോഡും കാര്യം. മഴയാണെന്ന് പറഞ്ഞാലും വെളിച്ചം ഉള്ളത് കൊണ്ട് ഒരു ഭംഗിയുണ്ട് കാണാൻ. യൂഷ്വലി വെളിച്ചമാണ് ഇവിടെ അവൈലബിൾ അല്ലാത്തത്. സൂര്യനേക്കാൾ കൂടുതൽ വെട്ടം എന്ന് പറയുന്ന സാധനം ഈ സമയത്തൊക്കെ കൂലിരിട്ടാവും ഒരു സമയമാകുമ്പോൾ. അതാണ് ഏറ്റവും വലിയ പാവം. അവര് എല്ലാ ഗിയേഴ്സും ഉണ്ടല്ലോ അവർക്ക്, റൈഡിങ് ഗിയർ മൊത്തം ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എത്ര വണ്ടി ഉണ്ടോ? 1, 2, 3, 5, 6 വണ്ടി ഉണ്ടല്ലേ? 7 ഉണ്ട്. സത്യം പറഞ്ഞാൽ 70 മൈലാണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. നമ്മൾ 70-ലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഓവർടേക്ക് ചെയ്ത് പോകുന്ന വണ്ടികളൊക്കെ എത്രയിലായിരിക്കും? ആയിരിക്കും. ക്യാമറ എവിടാന്നൊക്കെ ഇവർക്ക് ആൾക്കാർക്ക് അറിയാം. ക്യാമറ നമ്മുടെ ഇത് മാപ്പിൽ ഡിക്റ്റേറ്റ് ചെയ്യാൻ വരുമ്പോ അതിൻ്റെ അകത്ത് അവര് ആ നിമിഷം 50-ലോട്ട് പോകും. ആ സെക്കൻഡ് 50 ആയിരിക്കും. എല്ലാരും കുറയ്ക്കും കേട്ടോ. ഇവിടെ പിന്നെ എല്ലാവർക്കും ക്യാമറ എവിടാന്നൊക്കെ അറിയാം. പിന്നെ അത്യാവശ്യം സ്പീഡ് ലിമിറ്റും ഉണ്ട്. ഇപ്പൊ ഒത്തിരി അടുത്ത് കുറച്ചിട്ടുണ്ട് പക്ഷേ കേട്ടോ. ഒത്തിരി അടുത്ത് 20 മൈലാക്കി. നമ്മൾ വെയിൽസിൽ പോവുകയാണെങ്കിൽ സ്പീഡ് ലിമിറ്റ് കുറവാണ്. 20, 30, 20, 30.
അങ്ങനെ സ്പീഡ് ലിമിറ്റ് വരുന്നത്. നോക്കിക്കേ, മഴ കൂടി അല്ലേ ചക്കരെ? നന്നായിട്ട് കൂടി. മുമ്പേ ഇതിനേക്കാളുണ്ടായിരുന്നു, ഒന്നും കാണത്തില്ല. മുമ്പേ ഈ ഗ്ലാസ് പോലെ ഈ ഫ്രണ്ട് വശത്തെ ബ്ലാക്ക് വണ്ടി പോലും കാണത്തില്ല. അതിനാണെങ്കിൽ നമുക്ക് 2 നല്ല കിണ്ണം ബ്ലോക്ക് കിട്ടി. അതാണ് നമുക്ക് 1/4 മണിക്കൂർ നമുക്ക് വേസ്റ്റായി. ഇതുണ്ടോ ബൈക്കേഴ്സ് പോകുന്നുണ്ടോ? ഫുൾ സെറ്റായിട്ടാണ് പോകുന്നത് കേട്ടോ. എല്ലാ ഗിയറും ഉണ്ട്. ഇവരെനിക്കത് ക്യാമ്പിങ്ങും എല്ലാം കൂടെ ചേർത്തിട്ടാണ്. 2 പോകുന്ന നോക്കി. ഒന്നല്ല 2 ഉണ്ട്. സൈഡ് കാറൊക്കെ ആയിട്ട് കട്ട് ചെയ്യാന്നോ അതിനകത്ത് ആണെന്ന് തോന്നുന്നു. അതിനെ പൊതച്ചിട്ടേക്കുമായിരുന്നു. ഇവിടെ അങ്ങനെയൊക്കെ കൊണ്ടുപോകും കേട്ടോ. അല്ല, അതിൻ്റെ അത് സാധനമുണ്ട്. ലൈക്ക് ക്ലോത്ത്സാ, മറ്റേതിനത് പട്ടിയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചാലോ പൊന്ന? നമ്മള് നെക്സ്റ്റ് വീക്ക് സ്കോട്ട്ലൻഡ് ട്രിപ്പ് മിക്കവാറും സാധ്യതയില്ല കേട്ടോ. കാരണം ഈ ക്ലൈമറ്റും പരിപാടിയാണ് വലിയ പാടായിരിക്കും. അപ്പൊ നമ്മള് അത് മുത്തൂട് വന്നിട്ട് അടിക്കാനാണ് സാധ്യത കൂടുതൽ കാണുന്നത് ഇപ്പോഴത്തെ ഒരു ഞങ്ങളുടെ മൂഡ് വെച്ചിട്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ നമ്മള് 1-2 കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് സ്കോട്ട്ലൻഡ് ട്രിപ്പ് പോലെ ചീറ്റി പോകാതിരിക്കേണ്ടത് കൊണ്ട് തൽക്കാലം നമ്മളത് സസ്പെൻസ് ആയിട്ട് വെക്കാം. അല്ലേ പൊന്ന? സ്പോയിലർ അലേർട്ട് കൊടുക്കാതിരിക്കുക. അതെ, നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് എക്സിറ്റ് എടുക്കണമല്ലോ. എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. മിക്കവാറും നല്ല സുഖോ അങ്ങനത്തെ തക്കിട തരികയുടെ പരിപാടികൾ, ചെറിയ രീതിയിലുള്ള പരിപാടികൾ, ഇല്ലെങ്കിൽ നോർത്ത് വെയിൽസ് നമുക്ക് അടുത്താണ് കേട്ടോ. നോർത്ത് വെയിൽസ് നമുക്ക് 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറേ ഉള്ളൂ. നോർത്ത് വെയിൽസിലോട്ട് എങ്ങോട്ടെങ്കിലും പോകാം എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത്. ഓൾറെഡി കവർ ചെയ്ത് നമ്മുടെ വീഡിയോസിലൊന്നും വന്നിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. നോർത്ത് വെയിൽസ് നമുക്ക് നോക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അടുത്തൊരു സൂ ഉണ്ട്, ചെസ്റ്റർ സൂ. പിന്നെ നമുക്ക് അടുത്തൊരു സഫാരി പാർക്ക് ഉണ്ട്. അതൊരു വെറൈറ്റി സാധനമായിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ വെള്ളിയാഴ്ച നമുക്ക് വണ്ടി സർവീസിംഗ് ഉണ്ട്. അപ്പം അതെല്ലാം കൂടെ അതിനകത്ത് നമുക്ക് ക്രമീകരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ഒരു കൊട്ടി വീഡിയോ ആയിരുന്നു. എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊരു യാത്ര ഇങ്ങനെ പോയി. ഇപ്പൊ നമ്മളൊരു എങ്ങനെ പോയാലും ഒരു 450 മൈല് ഈ 2 ദിവസം കൊണ്ട്, 500 മൈൽ അടുപ്പിച്ച് 2 ദിവസം കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ലൊരു യാത്രയായിരുന്നു. ഹൗ വാസ് യുവർ ട്രിപ്പ്? പുതിയ കുറെ സ്ഥലങ്ങൾ കണ്ടു. കാരണം ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നത് നമ്മൾ അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ലാത്ത റൂട്ടിലൂടെ വന്നത് കേട്ടോ. അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം റോഡ് നിന്ന് കാണിച്ച് നമുക്ക് എന്നിട്ട് സൈൻ ഓഫ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ഇങ്ങനത്തെ കുട്ടി വീഡിയോസും ചെറിയ ഞങ്ങളുടെ വിശേഷം പങ്കുവെക്കലും ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഇഷ്ടമായവര് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയാല് ബെല്ലൈക്കണും കൂടെ അടിച്ചേരാം. അതെ, മണി അടിക്കാൻ മറന്നാല് നമ്മുടെ വീഡിയോസിന് അലേർട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസ് കണ്ടാൽ മതി. എല്ലാ വീഡിയോസ് ഒന്നും വന്ന് കാണാൻ ഞാൻ പറയത്തില്ല. താല്പര്യമുള്ള വീഡിയോസ് ഒക്കെ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താല് നമ്മളിങ്ങനെ പല വെറൈറ്റി പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ബൈ ബൈ, ലവ് യു ഓൾ.